അല്ല ഗൈസ്, സാഹസം എന്ന് പറഞ്ഞ പടം കാണാൻ വന്നിട്ട്, അപ്പം അത് കണ്ടു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാം. പടത്തിന് ആരും എത്തിണ്ടായിരുന്നില്ലേ? ഞങ്ങൾ എത്തിയപ്പോൾ ഏതോടെ പടത്തിൻ്റെ പേരെന്തിട്ടായിരുന്നത്? സാഹസത്തിനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇങ്ങനെയുണ്ട് നോക്കാം, നമുക്ക് പടം കണ്ടു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാം ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ സാഹസം സിനിമ കണ്ടിറങ്ങിയിരിക്കണേ. ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി. എനിക്ക് ഇന്ന് എന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പടത്തിന് വിളിച്ചപ്പോൾ ഏത് പടം എനിക്ക് മനസ്സിലായില്ലല്ലോ. അപ്പം പറഞ്ഞു ഏത് മുഡ് ആ പാട്ട് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണല്ലോ, ഏത് മുഡ് ഒണ്ണമുഡ്. ആ പാട്ട് ഉള്ള പടം അത്യാവശ്യം കുഴപ്പമില്ല, നല്ല പടം. ഫസ്റ്റ് ഹാഫ് എനിക്ക് വലിയ എയിമായിട്ട് തോന്നിയില്ല. സെക്കൻഡ് ഹാഫ് അത്യാവശ്യം നന്നായിട്ട് ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ. ലോജിക്കലി പടവും കാണുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ, ലോജിക്കിൻ്റെ ഇത് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം കാണാൻ പോകണ്ട, ഇഷ്ടപ്പെടില്ല. ലോജിക്കൊന്നും പ്രത്യേകിച്ച് നോക്കിയിട്ട് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഇഷ്ടപ്പെടില്ല. ലോജിക്ക് ഇല്ലാണ്ട് ചിരിക്കണം, വെറുതെ പടം കണ്ടിരുന്ന് ചിരിക്കണം, സന്തോഷിക്കണം എന്നൊക്കെ ഉള്ളവർക്ക് പോവാം. പിന്നെ ഫസ്റ്റ് ഹാഫിൽ വലിയ തമാശയൊന്നും നമുക്ക് നോക്കി കിക്കിളിങ്ങനെ എന്ന് പറഞ്ഞ് കിക്കിളിയൊക്കെ ഇട്ട് സ്വയം കിക്കിളിയിട്ട് ചിരിക്കാനുള്ള സീനുള്ളൂ ഫസ്റ്റ് ഹാഫിൽ. അതൊന്നും വലിയ എയിമായിട്ട് തോന്നില്ല എനിക്ക്. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പടം ചടച്ചപ്പെടാണെന്ന് വിചാരിച്ചു. പിന്നെ സെക്കൻഡ് ഹാഫൊക്കെ ചിരിക്കാനുള്ള ഭാഗമായപ്പോൾ എനിക്ക് പടം കാണാനുള്ളൊരു മൂഡ് വന്നു. ലാസ്റ്റ് ഭാഗമൊക്കെ മറ്റേ പഴയ പ്രിയദർശൻ പടത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന അടിയുണ്ട്, ടുങ്കുട്ടു എന്ന് പറഞ്ഞിട്ട് അടി ഉണ്ടായില്ല. അതുപോലത്തെ വേറൊരു വൈബിലാണ് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം വന്നിട്ടുള്ളത്. അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, സമാധാനമായിരുന്നു. പിന്നെ നമ്മുടെ മാർക്കോലത്തെ ഷമീത്തിലൊക്കെ മോനാന്ന് തോന്നുന്നുണ്ട്. അവനൊക്കെ എന്തിനാ പടത്തിൽ അഭിനയിച്ചതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. വെറുതെ ഫോൺ വിളിക്കണു, കഴിഞ്ഞു എൻ്റെ റോള് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയും വിളിക്കുമോ, ഇടയ്ക്ക് ഫോൺ വിളിക്കാൻ മാത്രം ഉണ്ടാവും, വരും പോവും. അതിനൊന്നും അവന് തന്നെ വയ്ക്കണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഭയങ്കര നമ്മൾ പ്രതീക്ഷിക്കാണ്ട് അവനെന്തോ വലിയ റോളൊക്കെ ഉണ്ടെന്ന്, പക്ഷേ ഒരു തേങ്ങയില്ല. പിന്നെ കുറച്ച് യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഉണ്ട്. അവർക്ക് പോലും അറിയില്ല അവരെന്തിനാണ് പടത്തിൽ അഭിനയിച്ചതെന്ന്. അങ്ങനത്തെ രീതിക്കുള്ള റോളാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ കുറേ റോള് കട്ട് ചെയ്ത് കളഞ്ഞാണെന്നൊന്നും അറിയില്ല, പക്ഷെ അവരൊക്കെ വെറുതെ അഭിനയിപ്പിച്ച പോലെ എനിക്ക് തോന്നി. സമാധാനം. സെക്കൻഡ് ഹാഫിൽ ഒരു റൂമിൽ പെടുന്ന ഒരു സീനുണ്ട്. അവിടെ നിന്നാണ് നമുക്കൊന്ന് പടം കാണാനുള്ളൊരു വൈബിലേക്ക് നമ്മൾ കൊണ്ടുപോകും. ഞങ്ങളത് നോക്കുമ്പോൾ ബാക്കിത്തെ ആൾക്കാരൊക്കെ പറ്റും അത് ശരിയായിരുന്നു. താരടാ ബാക്കിൽ ഇങ്ങനെ ചിരിക്കുന്നത് എല്ലാവരും തിരിഞ്ഞു നോക്കിണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാവരും തിയേറ്ററിലുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം എൻജോയ് ചെയ്ത് ചിരിച്ച് കണ്ട ഒരു ഭാഗം അതാണെന്ന് എനിക്ക് തോന്നി. എല്ലാവർക്കും പറ്റിയൊരു പടമല്ല, ചിലർക്ക് മാത്രം ഇഷ്ടപ്പെടുള്ളൂ. ചിരിക്കണം താല്പര്യമുള്ളവർ, ലോജിക്കില്ലാത്ത കഥ കാണണം താല്പര്യമുള്ളവർ, അങ്ങനെയുള്ളവർ മാത്രമേ പടത്തിന് പോയാൽ മതി. അല്ലാണ്ട് വെറുതെ മറ്റേ ചില ആൾക്കാരിന് ഇങ്ങനെ വന്നിരുന്നു പടത്തിൻ്റെ ലോജിക്ക് അങ്ങനെയായിരുന്നു, ലോജിക്കലി തിങ്കിച്ച അങ്ങനെ സംഭവമില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റില്ല, കാണണ്ട. നിങ്ങളൊന്നും കണ്ടിട്ട് ഒരു കാര്യമില്ലേ, വെറുതെ കുറ്റം പറയാമെന്നല്ലാണ്ട് വേറെ ഒന്നിനും പറ്റില്ലേ. നല്ലത് പറയുക, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും എന്ന് പറയണ പോലെ. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് പോരാട്ടാ, സെക്കൻഡ് ഹാഫ് നന്നായിട്ട്. അപ്പോൾ അതാണ് ഗൈസ് എൻ്റെ ഒരു അഭിപ്രായം. I wanna see you staying still high in the sky. I wanna see you twist and never ask me why.